അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? സ്വഹാബത്തിനോട് എന്തൊരു ഇഷ്ടാ. സ്വഹാബത്തിന്റെ കൂട്ടത്തില് കറുത്ത വർഗക്കാരനായിരുന്നില്ലേ ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു? ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ ഹബീബായ തങ്ങളെ വല്ലാതെ പ്രണയിച്ചവരല്ലേ? ഹബീബായ തങ്ങളെ വഫാത്തിനു ശേഷം മദീന വിട്ടു പോയില്ലേ? മദീനയിൽ നിൽക്കാൻ കഴിയാതെ മദീന വിട്ടു പോയില്ലേ ബിലാൽ തങ്ങൾ? ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ബിലാൽ തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട്, ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കഥ അത് വല്ലാത്തൊരു കഥയാണ്. ഉമർ തങ്ങളോട് പറയാ, തങ്ങളെ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒരടിമയായിരുന്നു, ഒരു നീഗ്രോ വർഗക്കാരനായ അടിമയായിരുന്നു. ഞാൻ ഉമ്മയ്യത്തായിരുന്നു എന്റെ യജമാനൻ. എന്റെ ജീവിതം വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു. ബിലാൽ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുക്കുക, എന്റെ ജീവിതം വളരെ മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു. മര്യാദക്ക് കടന്നുറങ്ങാൻ, നല്ലപോലെ കടന്നുറങ്ങാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല. ഞാൻ കടന്നുറങ്ങിയതേ തൊഴുത്തിലായിരുന്നു. എനിക്ക് ഭക്ഷണം തൊഴുത്തിലായിരുന്നു. എന്റെ യജമാനൻ എന്നെ എല്ലാ നിലക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. ബിലാൽ തങ്ങൾ പറയാ, എല്ലാ നിലക്കും വേദനിപ്പിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച വാർത്ത അറിഞ്ഞിട്ട് ചുട്ടുപടുത്ത മണൽപ്പരപ്പിൽ മലർത്തി കടത്തി വലിയ പാറക്കല്ല് നെഞ്ചിലേറ്റി മണൽപ്പരപ്പിലൂടെ വലിച്ചടച്ചിട്ടുണ്ട്. എന്റെ യജമാനൻ എന്നെ ക്രൂരമായി ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ സിദ്ദീഖ് തങ്ങൾ എന്നെ മോചിപ്പിച്ചു. സിദ്ദീഖ് തങ്ങൾ എന്നെ മോചിപ്പിച്ചു. എന്റെ ഹബീബായ തങ്ങളെ ചാരേ ഞാൻ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ബിലാൽ തങ്ങൾ പറഞ്ഞതോട് പറയട്ട, മദീനത്തെ പള്ളിയിൽ ഹബീബായ തങ്ങളെ ചാരേ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ അതാ എന്റെ പഴയ യജമാനൻ ഉമയ്യത്ത് എന്തോ ആവശ്യത്തിന് വേണ്ടി റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ വരിക. ഞാൻ കണ്ടപാടെ മറക്കാൻ തുടങ്ങി. കാരണം ഉമയ്യത്തിന്റെ മുന്നിൽ ഞാൻ ഇരുന്നിട്ടില്ല, ഇന്ന് വരെ ഇരുന്നിട്ടില്ല. പക്ഷേ ഉമയ്യത്തിനെ കണ്ടപ്പോ എനിക്ക് പേടിയായി. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ മറക്കപ്പുറത്ത് പോയിരുന്നു. പക്ഷേ ഇതൊക്കെ റസൂലുള്ളാഹി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, ഞാനത് അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഉമയ്യത്ത് വന്ന് റസൂലുള്ളാഹിനോട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മടങ്ങിപ്പോകാൻ നിൽക്കുമ്പോ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് ബിലാൽ തങ്ങളെ വിളിച്ച്, ബിലാൽ റളിയല്ലാഹു അൻഹു ബിലാൽ തങ്ങളെ വിളിച്ച് ഹബീബായ തങ്ങളെ എടുത്തങ്ങിരുത്തി. ആരെ മുന്നിൽ? ഉമയ്യത്തിന്റെ മുന്നിൽ ഹബീബായ തങ്ങള് ബിലാൽ തങ്ങളെ ചേർത്തി അങ്ങിരുത്തി. ബിലാൽ തങ്ങൾ പറയാ, ഇന്ന് വരെ ഞാൻ എന്റെ യജമാനന്റെ മുന്നിൽ ഇരുന്നിട്ടില്ല. എന്റെ ഹബീബായ തങ്ങൾ എന്നെ ചേർത്തി ഇരുത്തിയതും മാത്രല്ല, ഞാൻ കറുത്തോന, ഞാൻ കറുത്ത മനുഷ്യന. എന്റെ ഈ കറുത്ത കവിളിലേക്ക് എന്റെ പഴയ യജമാനന്റെ മുന്നിൽ വെച്ച് ഹബീബായ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട ചുണ്ട് എന്റെ ഈ കവിളിലേക്ക് വെച്ച് ചുംബിച്ചു. തങ്ങളെ എന്റെ ഈ കറുത്ത കവിളിൽ ഹബീബായ തങ്ങളെ ശറഫാക്കപ്പെട്ട ആദരം എന്റെ ഹബീബ് എന്നെ ചുംബിച്ചു. പ്രിയപ്പെട്ട ഉമർ തങ്ങളെ, കറുത്തവനായി പോയതിന്റെ പേരിൽ എന്നെ പ്രസവിച്ചൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ വരെ എനിക്കൊരു ചുംബനം തന്നിട്ടില്ല. എന്റെ ഉമ്മ വരെ എനിക്കൊരു ചുംബനം തന്നിട്ടില്ല. എന്റെ ഹബീബ് എന്റെ പഴയ യജമാനന്റെ മുന്നിൽ ഞാൻ അടച്ചുകൂട്ടിയിട്ട് ഹബീബായ തങ്ങൾ എനിക്ക് ചുംബനം തന്നു. എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തിന് ഹബീബായ തങ്ങൾ തിരിച്ചു കൊടുത്തത് നോക്ക് നിങ്ങൾ. ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ഏതൊക്കെ രൂപത്തിലാണ് ഹബീബായ തങ്ങൾ അങ്ങോട്ട് കൊടുത്തത്. ബിലാൽ റളിയല്ലാഹു അൻഹു അന്നു മുതൽ സ്വാതന്ത്ര്യത്തിന്റെ എല്ലാ പടവുകളും താണ്ടി എന്താണ് സ്വാതന്ത്ര്യം എന്ന് അനുഭവിച്ച് മനസ്സുകൊണ്ട് കരയുകയും മനസ്സുകൊണ്ട് ചിരിക്കുകയും ചെയ്ത ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ആ ഹബീബായ നമ്മളെ നേതാവ് നമ്മളെത്ര മോശക്കാരായാലും നമ്മളെ കൽബിൽ ഹബീബ് ഉണ്ടാവണം. ഹബീബായ തങ്ങൾ നമ്മളെ ഏറ്റെടുക്കും. ബിലാല് തങ്ങൾ സ്നേഹിച്ചതുപോലെ, സവാദ് തങ്ങൾ പ്രണയിച്ചതുപോലെ, ഹൻദല റളിയല്ലാഹു അൻഹു ജീവൻ കൊടുത്തതുപോലെ നമ്മളെ കൊണ്ട് കഴിയില്ല. പടച്ചറപ്പിനറിയാം. ഹബീബായ തങ്ങൾ ഈ മജ്ലിസ് കാണണം, കാണുന്നുണ്ട്. അവിടുത്തെ സ്നേഹിച്ച സ്വഹാബത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കൽബിലേക്ക് ഒരു നോട്ടം മദീനയിൽ നിന്ന് ലഭിച്ച് ഈ കൽബിൽ ഹബീബായ തങ്ങളെ ഒരു ഹമൂരിയത്ത് കിട്ടി. നമ്മളെത്ര സുന്ദരമായ കൽബ് ശുദ്ധിയായി കിബ്റുകളും ഹസദുകളും അജബുകളും റിയാഉകളും വലിച്ചെറിഞ്ഞ് തെളിഞ്ഞൊരു ഹൃദയത്തിന്റെ ഉടമകളായി നമുക്കും മാറണ്ടേ? ബിലാൽ തങ്ങളെ ആ ഒരു മഹബ്ബത്ത്, ആ ഒരു പാദം, ആ
അല്ലാഹു സ്വർഗത്തിൽ വെച്ച് അവര് ഹബീബായ തങ്ങളെ ചേർന്നിരിക്കുമ്പോൾ അത് കാണാൻ ഈ മജ്ലിസിന്റെ പൊരുത്തം കൊണ്ട് അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ.